വിതാൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞി ഇൻഫോർമേഷൻ ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്ലൊവേനിയയിലേക്ക് കൊറിയർ അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അതുപോലെ നമ്മൾ കൊറിയർ അയച്ചിട്ട് 2 തവണ നമുക്ക് കിട്ടിയ ചെറിയ പണികളും അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്നുള്ളത് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. കൊറിയർ അയക്കുന്ന ഒരു ഓപ്ഷൻ ഞാൻ ആദ്യം ചൂസ് ചെയ്ത സമയത്ത് നമ്മൾ എല്ലാ കൊറിയറും എത്ര എമൗണ്ട് ആവും എന്നുള്ളത് ഞങ്ങൾ ആദ്യം അന്വേഷിച്ചിരുന്നു കേട്ടോ. ഒരുപാട് കൊറിയർ സർവീസ് നാട്ടിലുണ്ടല്ലോ. സോ നമ്മൾ എല്ലാത്തിലും അന്വേഷിച്ചിട്ട് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഒരു കൊറിയർ സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ആണ്. അബ്സല്യൂട്ട്ലി അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇച്ചിരി ഡിലേ ആണെങ്കിലും കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് അവർ പ്ലേസ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ യൂറോപ്പില് ഒരുപാട് സ്ഥലത്ത് എല്ലായിടത്തും ഡിഫറെന്റ് ടൈമിലായിരിക്കും നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുക കേട്ടോ. അതായത് ഒരു 10 to 15 അല്ലെങ്കിൽ 15 to 20 ഡേയ്സ് വരെ നമുക്ക് ചില സമയത്ത് നമുക്ക് ഈ പ്ലേസ് ചെയ്യാനുള്ള സമയം എടുക്കാറുണ്ട്. അപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ 2 തവണ കൊറിയർ വഴി, ഞാൻ ഇന്ത്യൻ പോസ്റ്റ് വഴി ഞാൻ സ്ലൊവേനിയയിലേക്ക് കൊറിയർ അയച്ചിരുന്നു കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ എന്റെ ക്ലോത്ത്സ് ആയിരുന്നു. എന്റെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എന്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങോട്ട് കൊറിയർ ചെയ്യിപ്പിച്ചു. അത് ഒരു 20 ഡേയ്സിൽ തന്നെ നമുക്ക് കയ്യിൽ കിട്ടി. സെക്കൻഡ് ടൈമിലും ഇതുപോലെ ഞാൻ അയച്ച സമയത്ത് എനിക്ക് 15 കിലോ ഗ്രോസറീസ് മാത്രമായിരുന്നു. ഗ്രോസറീസും അതുപോലെ കഴിക്കുന്ന കുഞ്ഞ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി 15 കിലോ ഞാൻ അയച്ചത്. ആകെ കൂടി നമ്മുടെ ഇന്ത്യൻ പോസ്റ്റിൽ എനിക്ക് വന്നത് 6000 സംതിങ് ആണ്. 7000ന്റെ ഉള്ളിൽ അത്ര എമൗണ്ടേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൊറിയർ സ്ലൊവേനിയയിൽ എത്തുമ്പം നമ്മൾ ഇവിടുത്തെ പോസ്റ്റിന് നമ്മൾ ചെറിയൊരു എമൗണ്ട് നമ്മൾ അവർക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊറിയർ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് ഫുൾ അഡ്രസ്സ് വേണം. അതായത് നാട്ടിൽ നിന്ന് നമ്മൾ അയക്കുന്ന ആളുടെയും റിസീവ് ചെയ്യുന്ന ആളുടെയും ഫുൾ അഡ്രസ് വിത്ത് ഇമെയിൽ ID അടക്കം നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ആൻഡ് അതുപോലെ തന്നെ ഒരു കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഫോൺ നമ്പറും വേണം. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ആർക്കാണോ അയക്കുന്നത്, അതായത് ഇപ്പം എനിക്ക് എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മമ്മി ഗിഫ്റ്റ് ഫ്രം മോം എന്ന് നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഒരു അമ്മ മകൾക്ക് അയക്കുന്നത് അല്ലെങ്കിൽ അമ്മ മകൻ അയക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അതിൽ മസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. റിലേഷൻഷിപ്പ് എന്താന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതെന്തിനാ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണതെന്ന് വെച്ചാൽ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ തന്ന ഇൻഫോർമേഷൻസ് ആണ്. നമ്മൾ റിലേഷൻഷിപ്പ് അതിൽ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആസ് എ ഗിഫ്റ്റ് ആയിട്ടാണ് ആ കൊറിയർ നമുക്ക് കിട്ടുന്നത്. സോ അതിനകത്ത് ടാക്സ് ചിലപ്പം 10 യൂറോ, 5 യൂറോ, 15 യൂറോ ആ ഒരു റേഞ്ചിൽ നിൽക്കും. അതല്ല നമ്മൾ ഇതൊന്നും മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചിരിക്കുന്ന ഗ്രോസറി അല്ലെങ്കിൽ നമ്മൾ അയച്ചിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണക്കാക്കിയിട്ട് ആ എമൗണ്ടിലുള്ള ടാക്സ് ചിലപ്പോൾ 60 യൂറോ, 70 യൂറോ, 80 യൂറോ വരെ കിട്ടിയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. ഇത്രയും വലിയ എമൗണ്ട് നമ്മൾ ഒരു കാര്യമില്ലാതെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഒരു കൊറിയർ നമ്മൾ പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് ക്ലോത്ത്സും ഗ്രോസറീസും. അത് വിത്തിൻ 1 വീക്കിൽ തന്നെ നമ്മുടെ ഇവിടെ ലുബ്ലിയാന എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസിന്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. സോ കസ്റ്റംസ് അത് പോസ്റ്റ് ഓഫീസിന് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കസ്റ്റംസ് പ്രൊസീജിയർ ചെറുതായിട്ടുണ്ട്. സോ നമുക്ക് അവിടെ നിന്ന് ഒരു മെയിൽ വരും. ഇങ്ങനെയാണ് ആ മെയിൽ വരുന്നത് നമുക്ക്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഇതിനകത്തൊരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് ത്രൂ നമ്മൾ കയറിയിട്ട് വേണം അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ആ അയച്ച സാധനത്തിനുള്ള ടാക്സും കൂടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സാധനം കയ്യിൽ കിട്ടും. അപ്പോൾ നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ട്രാക്കിംഗ് ID ഒക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ നാച്ചുറൽ പേഴ്സൺ ആണോ, നമ്മൾ ഈ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെയുള്ള ഇൻഫോർമേഷനാണ്. വേറെ ഒന്നുമില്ല. പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഭാഗത്തും നമ്മുടെ കയ്യിലുള്ള റെസിപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത്രേ ഉള്ളൂ കേട്ടോ. ഇതുകൂടി കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ ടാക്സ് ആണെന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന കൊറിയർ ഇന്ന് ഡെലിവറി ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഡോർ ഡെലിവറി ആയിരുന്നു. പക്ഷെ നമുക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മുടെ പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്താണ്. നമ്മളിപ്പോൾ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ പോസ്റ്റ് ബോക്സിൽ, മെയിൽ ബോക്സിൽ ഇങ്ങനെ ഒരു സ്ലിപ്പ് അവർ ഇട്ടിട്ട് പോകും. നമ്മളിതും കൊണ്ട് നമ്മുടെ വിസ കാർഡും കൊണ്ട് ചെല്ലണം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. ഇതാണ് നമ്മുടെ സ്ലൊവേനിയൻ പോസ്റ്റ് ഓഫീസ്.
ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. ഇതിനകത്ത് കണ്ടു ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഓൾവേസ് ഇവിടെ എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റ്, അതുപോലെ നമുക്ക് എഴുതാൻ വേണ്ട പേന, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാം. പോസ്റ്റ് ഓഫീസോ നോട്ട് ഓൺലി പോസ്റ്റ് ഓഫീസ്, ഇങ്ങനെയുള്ളൊരു ചെറിയ ഫെസിലിറ്റി കൂടി ഉണ്ട് നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസുകൾ. കണ്ടില്ലേ, ഇത് നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസായിട്ട് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതാണ്. അങ്ങനെ ഗോപജി സ്ലിപ്പും ID കാർഡും കാണിച്ച് നമുക്ക് നമ്മുടെ കൊറിയർ കിട്ടി. അങ്ങനെ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിന് ഓപ്പൺ ചെയ്യാൻ പോകും. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ 1-2 പോയിൻറ്റ്സ് കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ അഡ്രസ്സും വിത്ത് മെയിൽ ID നമ്മൾ ഇതിനകത്ത് മസ്റ്റായിട്ട് സ്ലിപ്പ് ചെയ്തിരിക്കണം എന്നതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള ആ ഗ്രോസറി ലിസ്റ്റ്, നമ്മൾ എന്താണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫുൾ ലിസ്റ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്തൊരു പേപ്പറിൽ 2 കോപ്പി എടുത്ത് ഒരെണ്ണം ബോക്സിൻ്റെ പുറത്തും ഒരെണ്ണം ബോക്സിനകത്തും നമ്മൾ വെക്കണം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ബില്ല് ഉണ്ടെങ്കിൽ, നമ്മൾ മേടിച്ച സാധനത്തിൻ്റെ ബില്ലുണ്ടെങ്കിൽ അതും വെക്കണം. അത് നിർബന്ധമാണ്. അതില്ലെങ്കിൽ ഇവർ നമുക്ക് കസ്റ്റംസും വീണ്ടും മെയിൽ വരും ഇതിനകത്ത് എന്താണുള്ളത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് എനിക്ക് 2 തവണ നമ്മൾ കൊറിയർ അയച്ചപ്പോൾ കിട്ടിയിട്ടുള്ള കുഞ്ഞു പണികൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോസ്റ്റൽ ഇൻഫോർമേഷൻസ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിൽ നിന്ന് നമുക്ക് സ്ലൊവേനിയയിലേക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ സാധനങ്ങൾ മുഴുവൻ അയച്ചെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.